സാറേ നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് രാമചന്ദ്രൻ. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇല്ല, നമ്മൾ തമ്മിലുള്ള അറിയാം ഒരു അറിയാം. സ്നേഹബന്ധവും കാര്യങ്ങളും ഉണ്ട്. ഉം. അപ്പം അതാണെങ്കിൽ പോലും ഞാൻ ഇന്ന് വേറെ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ, സാറുമായിട്ടൊന്ന് ആ. സംസാരിക്കാനാണ് അത് ശരി. എത്തിയത്. അപ്പം നമ്മൾ ക്യാമറയിൽ ഒരു സാറിനെ ഒന്ന് പരിചയപ്പെടുത്തുക. ശരി. ഉം. എൻ്റെ പേര് ഷാൻഡി ജോസ്. ഞാനിങ്ങനെ സിനിമാ ഫീൽഡിൽ സംവിധാന മേഖലയിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്ത് കഴിയുന്നു. അപ്പം കൂടുതലാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, അപ്പം ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് തുടങ്ങുകയാണ്. അപ്പം നമ്മൾ ഗ്ലോബൽ ബേസ്ഡ് ആണ്, ഇന്റർനാഷണൽ ബേസ്ഡ് ആണ്. അതെ. അപ്പം ഇന്നത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമുക്കറിയാം, വ്യാവസായികമായിട്ടും ഫിലിം ഇൻഡസ്ട്രി എല്ലാം അതിനെക്കുറിച്ചൊക്കെ സാറിന് ധാരാളം അറിവുകളുണ്ട്, അനുഭവം ഉണ്ട്. ഞങ്ങളൊക്കെ പുതിയൊരു തുടക്കക്കാരെന്ന രീതിയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നതാണ്. ശരി. ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ. ആ, നമ്മൾ ചുരുക്കത്തിൽ നമ്മൾ GCD എന്നാണ് ശരി പറയുന്നത്. ശരി ശരി. അപ്പം നമ്മൾ അതിൻ്റെ UK ബേസ്ഡ് ആണ് അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ വന്നത്. നമ്മൾ ഇന്നത്തെ ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കറൻസി ആയിട്ട് ബന്ധപ്പെട്ടായാലും നമ്മുടെ ട്രാൻസാക്ഷനുകളും കാര്യങ്ങളും ഇന്ന് ഡിജിറ്റൽ യുഗങ്ങളാണ്, അതെ അതെ അല്ലെങ്കിൽ ഓൺലൈൻ യുഗങ്ങളാണ്. അതെ അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മളൊക്കെ പിന്തള്ളപ്പെട്ടു. അതെ. അത് വ്യവസായ മേഖലയായാലും വ്യക്തിപരമായിട്ടാണേലും നമ്മുടെ ഇടപാടുകളാണേലും എല്ലാം ഇന്ന് നമ്മൾ കണ്ടു വരുന്ന ആണ്. പണ്ടത്തെ പോലെ നാണയവും ചക്രങ്ങളും ഒന്നും അല്ല. ഇന്ന് നോട്ടുകൾ മാറി. ഇന്നെല്ലാം ഓരോ ഫോണിൽ കൂടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പോലും അറിയില്ല, നമ്മൾ പണം കാണുന്നില്ല, പക്ഷെ പണം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. സാറിൻ്റെ ഒരു സേവന ആവശ്യവും സാറിന് പൈസ തരുമ്പോഴും നമ്മൾ ബാങ്കിൽ കൊടുത്താലും നമ്മൾ സാധനം മേടിച്ചാലും എല്ലാം നമ്മൾ ഡിജിറ്റൽ കറൻസി ആയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള യുഗങ്ങളിലേക്ക് വന്നപ്പോൾ നമ്മുടെ മേഖലയിലെ പ്രവർത്തനങ്ങളെല്ലാം ആ തരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് GCD ടോക്കൺ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. GCD ടോക്കൺ. ഇത് ടോക്കൺ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പണ്ടത്തെ നാണയം ചക്രം എന്ന് പറയുന്ന പോലെ ഉള്ള അല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊരു കറൻസിയാണ്, ക്രിപ്റ്റോ കറൻസി ബേസ്ഡ് ആണ് വന്നിരിക്കുന്നത്. ക്രിപ്റ്റോ കറൻസിയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പം ഡിജിറ്റൽ കറൻസിക്ക് വരുന്ന പുതിയൊരു പേരാണ് ക്രിപ്റ്റോ കറൻസി. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് രാജ്യത്ത് പോയാലും അതാത് രാജ്യങ്ങളിലെ ടോക്കണും കൊണ്ടുപോകണം, അതാത് രാജ്യങ്ങളിലെ മൂല്യം കൊണ്ടുപോകണം. അപ്പം നമ്മൾ US പോകണമെങ്കിൽ ഡോളർ കൈക്കാറുണ്ട് അവിടെ ചെലവഴിക്കണമെങ്കിൽ. നമ്മൾ മറ്റു രാജ്യങ്ങളിൽ പോകണ റിയാല് അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ രാജ്യത്തെ ആ കറൻസി വേണം. അപ്പം അവർ ഇന്ത്യ വന്നാലും അങ്ങനെയാണ്, ഇവിടെ വന്നാലും അവർ ആ കറൻസി മാറ്റി ചെയ്യണം. അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങളാണ്. ഇനിയുള്ള കാര്യങ്ങളിൽ ഒരൊറ്റ കറൻസി, ലോകത്ത് എവിടെ പോയാലും ഒരു കറൻസി മതി. ആ കറൻസി കൊണ്ട് നമുക്ക് പൈസ കൊണ്ട് നടക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലോ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ പണം ഉണ്ടായാൽ മതി. നമുക്ക് അവിടെ ചെന്ന് ആ ഒരു കറൻസിയിൽ, അപ്പം അതിന് പറയുന്നതാണ് ക്രിപ്റ്റോ കറൻസി. അപ്പം ആ കറൻസി എന്ന് പറയുന്നത് നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റത്തില്ല, നോട്ട് പോലെ കാണാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ പണമുണ്ട്, ആളിന് പണം കൊടുക്കുന്നു. നമ്മളിപ്പോൾ ചെയ്യുന്ന ഗൂഗിൾ പേ പോലെയൊക്കെ തന്നെ സംവിധാനങ്ങൾ. അപ്പോൾ നമുക്ക് പൈസ ആവശ്യം എടുക്കണമെങ്കിൽ പൈസ എടുക്കാം. അപ്പൊ ഏത് കറൻസിയിലാണ് എവിടെ ചെന്ന് ഏത് എടുക്കുക, ആ കറൻസി നമുക്ക് കിട്ടും. അവിടെ ഉണ്ട് ഇപ്പൊ 17 കറൻസി ഉണ്ട്. ഇപ്പൊ INR വേണം INR കിട്ടും, ഡോളർ വേണം ഡോളർ കിട്ടും. ഈ ഒറ്റ കറൻസിയുള്ളൂ നമ്മൾ ഇട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് വിവിധമായ കറൻസി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ബേസ് ചെയ്താണ് ഞങ്ങളൊരു പ്രോജക്റ്റ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ പ്രോജക്റ്റ് ആഗോളമായിട്ടുള്ള ഒരു ഗ്ലോബൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെന്റ് വേണ്ടിയിട്ടാണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിന് ഡെവലപ്മെന്റ് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഓരോരോ പ്രോജക്റ്റുകൾ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങി വെച്ചാൽ നമ്മുടെ ഇതിന്റെ ഉദ്ഘാടനം കാര്യങ്ങൾ നമ്മൾ പോൾക്കാട്ടി പാലസിൽ വെച്ചിട്ട് നടത്തി. ഇന്ന് ഒരു വർഷമായിട്ട് ഇത് നടന്നു വരുന്നു. പിന്നെ അതിന് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ചാനൽ വേണമായിരുന്നു. നമ്മളൊരു GCD ന്യൂസ് ചാനൽ എന്ന് പറയുന്ന ചാനൽ നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പൊതുജനങ്ങളിൽ എത്തിക്കണമെങ്കിൽ നമ്മൾ 1 to 1 പറയാൻ പറ്റില്ല. ഇന്ന് നമുക്കറിയാമല്ലോ, മീഡിയ ആണ് എല്ലാം, അല്ലേ? കാരണം അറിയാം, എല്ലാം മുൻപന്തി നിൽക്കുന്ന മീഡിയ ആണ്. ആ മീഡിയയുടെ വെച്ച് നമ്മൾ ആദ്യം ഒരു GCD ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ യൂട്യൂബാണ്, ഫ്യൂച്ചറിൽ അത് സാറ്റലൈറ്റ് ചാനലായിട്ട് മാറണം. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് തന്നെ വിളിച്ചു പറയാം, അല്ലെങ്കിൽ വേറൊരാൾ പറയുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെതായ പേയ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മുടെ ന്യൂസ് ചാനൽ ആദ്യമേ അതിന്റെ ലോഗോയിൽ നമ്മൾ ആദ്യമേ പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ഒരു പ്രോജക്റ്റ്, നമ്മൾ 10ഓളം ഫിസിക്കൽ പ്രോജക്റ്റുകളാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിലെ GCDയുടെ 10ഓളം ഫിസിക്കൽ പ്രോജക്റ്റ് നമുക്ക് നേരിൽ കാണാം. അപ്പൊ ഈ ക്രിപ്റ്റോ കറൻസിയുടെ സാധാരണ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ ഇതിനകത്ത് വിനിമയമുണ്ട്. അതായത് നമ്മൾ ഷെയർ ട്രേഡിങ് ചെയ്യുന്ന പോലെ ട്രേഡിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അവർ ഇതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും അവർ വേറെ പല മേഖലയിൽ നമുക്ക് കാണാൻ മേലാത്ത മേഖലയിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ലാഭം തരുന്നത്. അത് കാസിനോ പോലുള്ള അല്ലെങ്കിൽ ഓട്ടോ പോലുള്ള അല്ലെങ്കിൽ ഗാംബ്ലിംഗ് ആയിട്ടുള്ളതിനകത്തൊക്കെയാണ്. അപ്പൊ അതൊന്നും നമുക്ക് വിശ്വസനീയവുമല്ല. അപ്പം
അതുകൊണ്ട് അതിലൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഫിസിക്കൽ പ്രോജക്റ്റ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന പ്രോജക്റ്റ്. അപ്പോൾ അങ്ങനെ 10 പ്രോജക്റ്റുകളുണ്ട്. അതിൽ ഒന്നാമത്തെ നമ്മൾ ന്യൂസ് ചാനലിന്റെ തുടങ്ങി, രണ്ടാമത്തെ നമ്മൾ ഓൺലൈനാണ്. ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ യുഗത്തിൽ എല്ലാവരും ഓൺലൈനാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. നമ്മൾ കടകളിൽ പോകുന്നില്ല, അതൊരു വലിയൊരു യുഗത്തായിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് എന്തിനും നേരമില്ല. അവർക്ക് ഭക്ഷണം കഴിക്കണേലും എന്ത് സാധനം വേണേലും എല്ലാം വീട്ടിൽ കിട്ടണം. അതിന് നമുക്കിപ്പോൾ ഒരു സാഹചര്യം ദൈവമായിട്ട് ഉണ്ടാക്കി തന്നതാ കൊറോണ, അല്ലേ? കൊറോണ വന്നപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ തന്നെയായി. ആ സമയത്ത് നമുക്ക് ഇതുപോലുള്ള മേഖലകളിൽ അന്ന് പലർക്കും ബുദ്ധിമുട്ടായിരുന്നു, അവർക്കൊക്കെ ഓൺലൈനിലേക്ക് മാറി. ഇപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട്, ഇറച്ചി വിറ്റുകൊണ്ടിരുന്ന പുള്ളിക്ക് കൊറോണയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ കോണ്ടാക്റ്റുള്ള ആളുകളെ നീ അവരെ കോണ്ടാക്ട് ഇങ്ങനെ സംഭവം ചെയ്യും. ഭയങ്കര സക്സസ് ആയി. അപ്പൊ അങ്ങനെ എല്ലാവരും അങ്ങനെ രക്ഷപ്പെട്ടു. നമ്മുടെ രണ്ടാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഓൺലൈനാണ്. അത് നമ്മൾ ചേർത്തലയിൽ ഓപ്പൺ ചെയ്തു. ചേർത്തല നമ്മുടെ പ്രിയ റെസ്റ്റോറന്റ് ഓപ്പോസിറ്റ് ചേർത്തലയില്, നമ്മുടെ പള്ളിപ്പുറം റോഡില്. അപ്പൊ അവിടെ നമുക്ക് ഓപ്പൺ ചെയ്തു. അവിടെ ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് സാധനങ്ങൾ മേടിക്കാം. അപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് നമുക്ക് പിന്നെ വെബ്സൈറ്റിൽ കയറി ഓൺലൈനിൽ എടുക്കാം. ഫ്ലിപ്കാർട്ട്, ആമസോണിൽ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഷോപ്പിൽ ചെന്ന് എടുക്കണമെങ്കിൽ എടുക്കാം. ആ ശൃംഖല തന്നെ നമുക്ക് ഇവിടെയുള്ള ഷോപ്പുകളെ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അവരോട് ചെന്ന് പറയാം, ഇപ്പോൾ ഒരു പിന്നെ നമുക്ക് ഹോം കെയർ ഉണ്ട്, അല്ലെങ്കിൽ ഏഞ്ചലിലുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള ഷോറൂമുകളിൽ ചെന്നിട്ട് നമ്മൾ പറയാണ്, നിങ്ങളുടെ സെയിൽ കുറവാണല്ലോ, നിങ്ങൾക്ക് ഇപ്പം ഓൺലൈനും കാര്യങ്ങളും ഒക്കെ ആരെങ്കിലും സാധനം മേടിക്കാൻ, നിങ്ങൾ ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യാം. അപ്പം അവര് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ഞങ്ങൾ പ്രദർശിപ്പിക്കും നമ്മുടെ സൈറ്റിൽ കൂടി. അപ്പോൾ ഒരാൾ ഓർഡർ ചെയ്യുന്നു, ഒരു TV ഓർഡർ ചെയ്യുന്നു, അത് ഏഞ്ചൽസിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഏഞ്ചൽസിൽ നിന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ അവർക്ക് കച്ചവടമായി. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അവരുടെ സ്വന്തം കസ്റ്റമറായി. വെളിയിൽ നിന്ന് വരുന്ന കസ്റ്റമർക്ക് ഓൺലൈൻ മേടിക്കാം. അപ്പൊ അവരറിയാതെ തന്നെ നമ്മൾ മുഖാന്തരം ഓർഡറുകൾ അവർക്ക് കിട്ടും. അതാണ് ഓൺലൈൻ സംവിധാനം. അപ്പൊ അങ്ങനെ പല ഷോപ്പുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഇവർക്ക് ഷോപ്പിൽ വന്ന് വേണം ബാക്കിയും കസ്റ്റമർ ഇതൊന്നും ഇല്ലാതെ അല്ലേ പോകുമ്പോ ഒരു സാധനം മേടിക്കുന്നു, കയറി ഷോപ്പിൽ കയറി സാധനം മേടിക്കും. അടുത്ത നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മീഡിയ തന്നെയാണ്. അപ്പൊ മീഡിയയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മളൊരു കൺസ്ട്രക്ഷൻ ഫീൽഡ്, ഇപ്പൊ 10 മേഖലയുണ്ട്. ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ, കൺസ്ട്രക്ഷൻ, എല്ലാം നമ്മൾ കേരളത്തിലും അല്ലെ ഇന്ത്യയിലുള്ള എല്ലാ ലൈസൻസുകൾ കൂടിയാണ് ഈ പ്രസ്ഥാനം. ഒരു സഹകരണ സംഘം പോലെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ്. പിന്നെ നമ്മൾ ഉള്ള പ്രോജക്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ടൂറിസം ആൻഡ് ട്രാവൽ ആൻഡ് ടൂറിസം. ട്രാവൽ ആൻഡ് ടൂറിസം നമുക്കറിയാം, ഇന്നത്തെ ഒരു ടൂറിസത്തിന്റെ മേഖല എന്ന് പറയുന്നത് നമുക്ക് പിന്നെ പറയാൻ പാടില്ലാത്ത പോലെയുള്ള ഒരു ബൂമിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ആണ്, അല്ലേ? ടൂറിസം എല്ലാ മേഖലയിൽ എല്ലാ ഗവൺമെന്റിലും രാജ്യത്ത് നിലനിൽക്കുന്ന, നമ്മുടെ കേരളത്തിലെ തന്നെ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ വന്ന എന്തോടെ ഈ ടൂറിസത്തിന്റെ ഇതിലാണ് വന്നത്. എല്ലാ രാജ്യങ്ങളിലും എല്ലാ ആളുകളും വരുന്ന ടൂറിസത്തിന്റെ. അപ്പൊ ആ മേഖലയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടേക്ക് വെച്ചാൽ ഇതിന്റെയൊക്കെ പണം കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മൾ ഓരോ വ്യക്തികൾ അല്ലെങ്കിൽ ഇതിന്റെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ തന്നെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിന്റെ എല്ലാ റിസ്കുകളും അതിന്റെ എല്ലാ ലാഭനഷ്ടങ്ങളും നമ്മൾ തന്നെ വഹിക്കണം. ഇവിടെ അതല്ല. ഇവിടെ നമ്മളൊരു പ്രസ്ഥാനമായിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും നമ്മുടെ സ്വന്തം പ്രോജക്റ്റ് ആയിട്ടാണ്. അപ്പം അതിൻ്റെ ഓരോ മേഖലകളായിട്ട് തിരിക്കും. ഇപ്പം എനിക്ക് കുറെ എക്യൂപ്മെന്റ്സ് ഉണ്ട്, JCB പോലുള്ള ഉപകരണങ്ങളുണ്ട്, ഞാൻ മെമ്പറാകുന്നു. അപ്പൊ ആ ഭാഗങ്ങളെല്ലാം എൻ്റെ വർക്ക് ചെയ്യും. അപ്പൊ സാറിന്റെ കയ്യിൽ വേറെ കുറച്ച് ഉപകരണങ്ങളുണ്ട്, അല്ലെങ്കിൽ സാറിന് കുറെ ടെക്നോളജി ഉണ്ട്, സാറിന്റെ മക്കള് അല്ലെങ്കിൽ സാറിന് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഉണ്ട്, സാറിന്റെ ആ കഴിവോട് ഉപയോഗിക്കുന്നത്. വേറൊരാൾ വേറെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, സിമെന്റ് പോലുള്ള കമ്പനി അങ്ങനെ എല്ലാവരും നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ചുരുക്കി പറയുമ്പോൾ ഓരോരുത്തർ അവരവരുടെ സ്വന്തം പ്രോജക്റ്റ് ആയിട്ടാണ്. എന്നാൽ സ്വന്തം ഇപ്പോൾ ഇത്ര മുടക്കവും വേണ്ട. എനിക്ക് സിമെന്റ് ആണ്, ഞാൻ സിമെന്റ് മാത്രം സപ്ലൈ ചെയ്യുന്നു, സാറിന്റെ ടെക്നോളജി സാർ സപ്ലൈ ചെയ്യുന്നു, വേറൊരാൾ അയാളുടെ എന്താണ് ഇപ്പൊ ഉപകരണങ്ങൾ അത് സപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കോർഡിനേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കോർഡിനേഷൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും സ്വന്തം പ്രോജക്റ്റ് ആകുമ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യും. അടുത്ത് നമ്മൾ ഈ ടൂറിസത്തിന്റെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ ടൂറിസത്തിനുമായിട്ട് ബന്ധപ്പെട്ട് പണാവള്ളി, എറണാകുളത്തും അവിടെയും ദ്വീപുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ പ്രവർത്തനങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുമരകത്ത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ലക്ഷദ്വീപ്, അവിടെയൊക്കെ സാധ്യതകൾ കൂടുതലാണ് നമുക്കൊക്കെ. പിന്നെ നമുക്ക് മറ്റുള്ള ചെറിയ ചെറിയ ഹോട്ടലുകൾ പോലെയൊക്കെയുള്ള ചെറിയ പ്രോജക്റ്റുകളെല്ലാം നമുക്ക് വന്നിട്ടുണ്ട്. അതിരമ്പള്ളി പോലുള്ള ഓരോ ടൈപ്പ്. അടുത്ത് നമ്മളിപ്പോൾ ഞാൻ സാറുമായിട്ട് സംസാരിക്കാൻ പോകുന്ന വലിയൊരു സംരംഭത്തെ കുറിച്ച് സാറിന് അറിയാം. അതിൻ്റെ ഒരു വ്യാപ്തി എത്രയാണ്, അത് എത്രമാത്രം വെച്ചാൽ ഫിലിം ആൻഡ് മീഡിയ ഇൻഡസ്ട്രിയാണ്. ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ സാറിന് ഒരു ഉത്തേജനമായി, സാറിന്റെ ഫീൽഡാണ്. രാമേന്ദ്രൻ സംസാരിക്കാൻ പോകുന്ന ഫീൽഡ് എന്ന് പറയുമ്പോൾ സാറിന്റെ ഭയങ്കര ഒരു ഉത്തേജനമായി. അപ്പം ആ ഫിലിം ഫീൽഡിനെ കുറിച്ച് അങ്ങനെപ്പോലുള്ള ഒരു വ്യക്തിയെ കൊണ്ട് ഞങ്ങൾക്കിത് മനസ്സിലാക്കണം, കുറച്ച് കാര്യങ്ങൾ അങ്ങയുടെ ഇൻവോൾവ്മെന്റും വേണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി ഞാൻ നമ്മുടെ CEO ജയകുമാർ സാറോട് സംസാരിക്കുകയുണ്ടായി. അപ്പൊ ഞങ്ങൾ ഇതിന്റെ ഒരു പ്രവർത്തനത്തിന്റെ
പ്രാഥമിക ചർച്ച വന്നപ്പോൾ തന്നെ ഉം. ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളോട് സ്നേഹമുള്ള നമ്മൾ സഹകരിക്കുന്ന അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു ആള് നമുക്ക് ഇന്ന ആളുണ്ട്, അതെ. അപ്പൊ നമുക്കൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും കാണണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്നാണ് അങ്ങനെ പിന്നെ ഞാൻ നമ്മൾ തമ്മിലുള്ള റിലേഷനും നമ്മൾ തമ്മിലുള്ള അതെ അടുപ്പവും അതെ നമ്മുടെ അഡ്വക്കേറ്റ് രാജൻ സാറുമായിട്ടുള്ള അതെല്ലാം ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ആണ് അദ്ദേഹം അറിയുന്നത്. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു അപ്പൊ നമ്മളെ പോലുള്ള ആളുകൾ ചിലപ്പോൾ എല്ലാവരും അറിയണമെന്നില്ല. അതെ അപ്പൊ അതെ. അദ്ദേഹത്തൊക്കെ പ്രവാസി കാലത്ത് ജീവിച്ച ആളുകളാണ്. അപ്പം ആ പിന്നെ ഒരു സാഹചര്യങ്ങളിലും ചിലപ്പോൾ അറിയണമെന്നില്ല. ഇല്ല ഇല്ല. പക്ഷെ നമ്മളെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ സാറ് തന്ന ആ ഡീറ്റെയിൽസ് എല്ലാം അദ്ദേഹത്തിന് ഞാൻ അതെ അതെ. ചെയ്തു കൊടുത്തു. ആ. അപ്പൊ അതെല്ലാം കൂടെ കണ്ടപ്പോൾ എന്തായാലും ഇന്ന് തന്നെ കാണണമെന്നുണ്ട്. അതിന്റെ ഫിക്സ് ചെയ്തിട്ട് ഉം. ഞങ്ങൾ ഇന്ന് വന്നത്. അപ്പം അദ്ദേഹവും കൂടെയുണ്ട്, എൻ്റെ കൂടെയുണ്ട്. ശരി അപ്പൊ ശരി അതിന്റെ ശരി. സിഒ ആയിട്ടാണ് ജയകുമാർ. അതെ. അദ്ദേഹം പ്രവാസിയാണ്. ഉം. പിന്നെ നമ്മുടെ അവിടെ ചേർത്തല തന്നെ എൻ്റെ ഓഫീസും കാര്യങ്ങളും നമുക്ക് ഉം. ഉം. തുടങ്ങിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇനി കുറച്ച് കാര്യങ്ങൾ സാറിനോട് ചോദിക്കാനും ഡിസ്കസ് ഉണ്ട് ചെയ്യാനും ഉണ്ട്. ഒക്കെ ഉണ്ട്. ശരി. നമ്മൾ ഒരു പുതിയ മേഖലയിലേക്ക് വരുമ്പോൾ ഉം. ആ മേഖലയിലെ കാര്യങ്ങൾ അറിവുള്ളവരോടുകൂടി അതെ അറിവുള്ളവരെ അതെ. നമ്മൾ സഹായിക്കാം. അത്രയും അറിവ് സമ്പാദിക്കുക, അറിവുള്ളവരെ നമ്മൾ കണ്ടെത്തി അവരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ സാറിന്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഫീൽഡാണ്. അതിന്റെ ഒരു കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതലാണ്. നമ്മളൊരു ടാർഗറ്റ് ഇടുന്നതല്ല അതിന്റെ യഥാർത്ഥമായിട്ട് വരുന്നത്. അതെ അതെ. അപ്പൊ പല സാറിനറിയാം, ഞാൻ കേട്ടിരിക്കുന്ന പല ഫിലിമുകളും കാര്യങ്ങളും എല്ലാം ചെയ്തു വരുമ്പോൾ ലാസ്റ്റ് അത് പുറത്തിറങ്ങാൻ മേലാത്ത ഫണ്ടില്ലാതെ വരുന്ന അവസ്ഥ, ഉം. ആ. ആ. അങ്ങനെയൊക്കെ വരുന്ന അവസ്ഥകളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കാരണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം, അതെ നമുക്കൊന്നും അതെ അറിയില്ല. അതെ. ഒരു പബ്ലിക് ആൻഡ് ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ പോയി ഫിലിം വന്നില്ല എന്താണ് എന്നുള്ള സാമ്പത്തികം പ്രധാന ഘടകമാണല്ലോ. അതെ ഇത് അതെ. വെളിയിലിറങ്ങി പ്രവർത്തിച്ചെങ്കിൽ ഇതിന് പൈസ വരുവുള്ളൂ. അതെ അപ്പൊ അതെ. ഞങ്ങൾക്കും അതുകൊണ്ട് പേടിയുണ്ട്. ഉം. ഈ മേഖലയിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമോ, അല്ലെങ്കിൽ പല ഉം. ഉം. മേഖലയിലുള്ള പല ഉം. ആളുകളും നമുക്ക് ഇതിനകത്ത് വേണമല്ലോ. ഇപ്പൊ നമ്മൾ അതെ പൈസ അതെ മുടക്കിയാൽ അതെ. മാത്രം പോരല്ലോ. അതെ അതെ. നിങ്ങളുടെ മേഖലയിലുള്ള ആളുകളുടെ എല്ലാം സഹകരണങ്ങൾ ആവശ്യമുണ്ട്. അപ്പൊ അതിന്റെ ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് ചെയ്യാൻ പറ്റണം. അപ്പൊ എനിക്കിപ്പോ അവള് സാറിന്റെ ഈ ഫീൽഡിലുള്ള ഒരു അനുഭവം ചുരുക്കി എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പറയണം. നമ്മുടെ ഈ ചാനലിലൊന്ന് കാര്യങ്ങൾ പറയണം. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് സാറുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് അതെ അതെ വിശദീകരിക്കാം. അതെ. അപ്പൊ സാറിന്റെ ഇതുവരെയുള്ള ഈ അനുഭവം, സാറിന്റെ വ്യക്തിപരമായിട്ടും ഈ സിനിമയിലും അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ വന്ന ഫീൽഡിലൊക്കെ ഒന്ന് ചുരുക്കി പറയുക. എത്ര കാലമായി, എന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായി, ഇതൊക്കെ ഒന്ന് വിശദീകരിക്കണം. ഞാൻ ഒരു 1960 മുതൽ ആക്റ്റീവായിട്ട് ഫീൽഡിലുണ്ട്. അതേ മദ്രാസിൽ പോയിരുന്നു. അവിടെ വലിയ വലിയ സംവിധായകരെ മുഴുക്കെ എനിക്ക് എന്ത് കൂട്ടുകാരെ പോലെ ബന്ധിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാര്യം അവിടെ ഒരു ബാങ്കിലെ ഞാൻ കാഷ്യറായിരുന്നു. അപ്പോൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് വഴി എനിക്ക് വലിയ വലിയ ഡയറക്ടേഴ്സിനൊക്കെ മുഴുക്ക ആ ബാങ്കുകാർ തന്നെ എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പോയി അവരെ എല്ലാവരെയും കണ്ടു. അപ്പോൾ അന്ന് ഈ ഡിഗ്രി എടുത്തവരാരും ഇല്ല. മധു നമ്മുടെ നടൻ, അദ്ദേഹം MA ആണ്. ശശികുമാർ BA ആണ്. സേതുമാധവൻ അങ്ങയുടെ കൂടെ സേതുമാധവൻ BSc ഇടും. ഞാനും BSc പാസ്സായതാണ്. അവിടെ ചെല്ലുമ്പോൾ വലിയ വലിയ ഡയറക്ടേഴ്സ് എല്ലാവരും എന്നെ ഇതാണ്, നിങ്ങൾ പഠിച്ചയാൾ, നിങ്ങൾക്ക് വേറെ എന്തെല്ലാം ജോലി കിട്ടും. എന്നെ ആരും സഹകരിപ്പിക്കുന്നില്ല. അങ്ങനെ എന്നാലും അവരുടെ വലിയ വലിയ ഡയറക്ടർമാരുടെ കൂടെയൊക്കെ പരിചയപ്പെട്ടു. ഞാൻ ശങ്കറുമായിട്ടൊക്കെ എല്ലാം പരിചയപ്പെട്ടു. അങ്ങനെ അവർ ബാങ്കിൽ വരുന്നുണ്ട്. ഞാനവർക്ക് ഞാൻ അവരോട്ട് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. അവർ വലിയ ആളുകൾ, ലോകം മുഴുക്കെ അറിയപ്പെടുന്നവർ. ഇപ്പോൾ ശിവാജി ഗണേശൻ്റെ ഒക്കെ ഷൂട്ടിംഗ് നടക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ എന്നെ കാണാൻ വന്നു ഈ ഡയറക്ടറെ. കാര്യം ഇങ്ങനെ ഗുരു ആണ് വിളിപ്പിച്ചത്. അയാൾ അങ്ങനെ അവിടെ ഞങ്ങളുടെ കസ്റ്റമറാണ്. അപ്പം ഞാൻ അങ്ങനെ അടിച്ചു കൂടുമ്പോൾ എന്നെ കാണാൻ ഇങ്ങനെ വരുന്നത് കൊണ്ട് അപ്പോൾ ഇവിടെ ആളെല്ലാം കൂടി എൻ്റെ ഈ ഡയറക്ടർ ശിവാജി ഗണേശനെയും ഇവിടെ മോഹൻലാലിൻ്റെ അമ്മായച്ചനാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ എനിക്ക് കാണാൻ ദൂരേക്ക് അവർ കോട്ടൺ സൂട്ടൊക്കെ ഇട്ട് നിൽക്കുന്നത് ആലയമണിയുടെ ഷൂട്ടിംഗ് ഇറങ്ങാൻ. അപ്പോൾ തന്നെ നമ്മൾ ആളൊന്ന് കൂടി എന്ന് നോക്കുമ്പോൾ ഞാൻ 25 വയസ്സുള്ള പയ്യനാണ് അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്, പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ട് എന്താ പറയാം, ഞാൻ 10 വയസ്സിൽ തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നതാണ്. ഞാൻ പിന്നെ ഇവിടെ വന്ന് ഞാനിങ്ങനെ ഭാഷയൊക്കെ പഠിച്ച് അങ്ങനെ കവിയുമാണ്. തമിഴിൽ കവിതയൊക്കെ എഴുതുന്ന പുസ്തകം ഇങ്ങനെ വലിയ ഡയറക്ടറായി. പക്ഷെ അതുപോലെ ഇപ്പോഴല്ല. അപ്പം അന്ന് ഞാനിങ്ങനെ പറഞ്ഞു, ഇന്ന് നിങ്ങൾ പഠിച്ചോ, നിങ്ങൾക്ക് എന്തെല്ലാം ജോലി കിട്ടുമെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ
അപ്പോൾ അതുപോലെ സേതുമാധവൻ ഡയറക്ടർ സേതുമാധവൻ ചെന്ന് കണ്ടപ്പോൾ ഇപ്പോൾ ഇവിടെ കമലഹാസൻ്റെ ഷൂട്ടിങ്, കമലഹാസൻ 8 വയസ്സേ ഉള്ളത്. കമലഹാസനോട് സ്റ്റെപ്പൊക്കെ ഓടി കയറി ഇങ്ങനെ നടക്കുന്നത് സുകുമാരി ഉണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ ഇപ്പോൾ 10,250 രൂപ ശമ്പളമുള്ളൂ. അപ്പോൾ എനിക്ക് ബാങ്കിൽ 300 രൂപ ഉണ്ട് ശമ്പളം. അതാണ് ഡയറക്ടർക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായി? അന്നും കിട്ടുന്നില്ല, ഇന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് കണ്ട് ഞാൻ പിന്നെ അവിടെ നിന്നിട്ട് ഞാനിങ്ങോട്ട് പോരുകയായിരുന്നു. അവിടെ അപ്പോൾ എൻ്റെ കൂടെ ഉള്ള സഹകരിച്ച കൂട്ടുകാരെല്ലാം അവർ PSC ടെസ്റ്റ് എഴുതി, അവരൊക്കെ ഉദ്യോഗസ്ഥന്മാരായി. അപ്പം ഞാനും പോയി എഴുതി. നമ്മുടെ ആലപ്പുഴ മാമ്പഴ സ്കൂളിൽ എഴുതി. അപ്പോൾ തന്നെ 800ാമത്തെ റാങ്ക് കിട്ടി. ഞാനങ്ങ് അമ്പലവയലിൻ്റെ അങ്ങ് അറ്റത്ത്, അതായത് സുൽത്താൻബത്തേരിയുടെ 6 കിലോമീറ്റർ ഇപ്പുറം അവിടെ എനിക്ക് ഞാനും 3 മാസം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ശശികുമാർ അവിടെ ഇരുന്ന് എൻ്റെ അച്ഛനായിട്ട് സംസാരിച്ചു. ശശികുമാർ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അച്ഛൻ സംസാരിക്കും. അപ്പോൾ എന്നെ പറഞ്ഞ്, ഞാൻ അവിടെ നിന്ന് പോരുകയാണ്, ഇപ്പോൾ അവിടെ ചാൻസ് ഒന്ന് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പോയി അങ്ങനെ കണ്ടപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞ് ചെല്ലുകയും എന്നെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യണം. അങ്ങനെ മെരിലാൻഡിൽ നിന്നാണ് ശരിക്കും ഈ ടെക്നിക്കൽ വർക്ക് ഞാൻ പഠിക്കുന്നത്. അതിനു മുമ്പ് ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ ഹോംകോ, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇപ്പോഴും ഉണ്ട് ആ വീട്. അവിടെയാണ് ഡയറക്ടർ വിമൽ കുമാർ താമസിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയി തിയറി ഒരു 400 പേജ് ഇങ്ങനെ ഇംഗ്ലീഷിലാണ് പറയുന്നത്. ആള് മലയാളിയാ, വിമൽ കുമാർ എന്ന പേരെങ്കിലും ആള് അരക്കൽ തോമസാണ്. അങ്ങേരുടെ അനന്തരവനാണ് ഇന്നാട് മരിച്ച തോമസ് ബെർലി. പിന്നെ നമ്മുടെ ജെറി എമൽ, ഇവരെല്ലാം ബന്ധുക്കളാണ്, ഇവരെല്ലാം കൊച്ചിക്കാരാണ്, ഇവരെല്ലാം മ്യൂസിക്കിൻ്റെ ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ സംവിധാനം, ഞങ്ങളെല്ലാവരും, ഞാൻ PO ഭാസ്കരൻ, രാമുക്കാരിയായിട്ട്, ശശികുമാർ, 4ാമത്തെ ഞാൻ. നിങ്ങൾ നെല്ലാൻഡിൽ നിന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് അവിടെ കുറേ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു. ഇപ്പോൾ ഓളവും തീരവും എന്ന സിനിമ അജന്ത സ്റ്റുഡിയോ എന്ന സ്റ്റുഡിയോ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കേട്ട് കാണില്ല. സഹകരണ സംഘം ഉണ്ടാക്കിയ അവിടെ തോട്ടമുഖത്ത് ആലുവായിൽ. അപ്പോൾ അവിടെ നമ്മുടെ തുമ്പോളിയിലുള്ള സെബാസ്റ്റ്യൻ കുഞ്ഞുഞ്ഞുപാറിൻ്റെ അനിയൻ ആലപ്പി വിൻസെൻ്റ് എന്ന് പറയും, ആദ്യത്തെ മലയാള സിനിമയിൽ ഇങ്ങേരുടെ വോയിസാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇങ്ങനെ ആലപ്പി വിൻസെൻ്റ് എന്നും പറയും, സേവർ വിൻസെൻ്റ് എന്നും പറയും. അപ്പോൾ ഇങ്ങനെ എൻ്റെ ചേട്ടൻ, ഇവരെല്ലാം TV തോമസ്, ഇവരെല്ലാം കൂടി അവിടെ കാഞ്ഞിരയിൽ ഒരു ക്ലബ്ബുണ്ട്. ഈ ക്ലബ്ബിൽ ഇവർ ബാഡ്മിൻ്റൺ കളിക്കുന്നതാണ്. അപ്പോൾ ഇവർ ഫാമിലി ഫ്രണ്ട്സ് ഞങ്ങളായിരുന്നു, തമ്മിൽ അറിയുന്നവരാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ എടുത്തു വിട്ട് എന്നെ അങ്ങോട്ട് അയക്കണം. PN മേനോൻ ഡയറക്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങേർക്ക് ടെക്നിക്കൽ നോളജ് ഇല്ല, പക്ഷെ അപ്പോൾ അതുകൊണ്ട് എന്നെ വിടണം. അങ്ങനെ ഞാനാണ് പോയി ഓളവും തീരവും മംഗളദേവി ഓർമ്മ ഉണ്ട്, അങ്ങനെ പൂരാശൂട്ടിൽ നിന്നാണ്. ശരിക്കും ഞങ്ങൾ 2 കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം നല്ലൊരു കലാകാരനാണ്, PN മേനോനെ, വലിയൊരു കലാകാരനാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇതിൻ്റെ ഈ മീഡിയം അറിഞ്ഞുകൂടാ. അപ്പം അതിൻ്റെതായ കുറേ ഇതുണ്ടായിരുന്നു. അല്ല, അദ്ദേഹത്തിന് ഞങ്ങൾ പരസ്പരം ഉൾക്കൊണ്ട് ഇങ്ങനെ ചെയ്തു. ഓളവും തീരവും അങ്ങനെ ഇന്നും ഇന്ത്യയിൽ ഒറ്റ പടമായിട്ട് അങ്ങനെ നിൽക്കാനേ. PA ബക്കറാണത് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അവിടെ വർക്ക് ചെയ്തിരിക്കുന്നതാണ് ഉദയയിൽ വന്ന് വിളിക്കുന്നത്, പുന്നപ്ര വയലാണ്. അപ്പോൾ പിന്നെ എനിക്ക് വീടിൻ്റെ അടുത്താണ്. അപ്പോൾ എനിക്ക് വേണം നടന്നു പോകാം, ചിലപ്പോൾ വണ്ടി വരും. അന്ന് ഈ റോഡില്ല, കൂടുതൽ നടന്നാളുള്ളത്. അതങ്ങനെ അവിടെ 15ഓളം സിനിമ കുഞ്ചാക്കോയുടെ പേരിൽ ചെയ്യേണ്ടി വന്നു. അതിൻ്റെ കൂടെ അപ്പോൾ ഇവിടെ സേതുമാധവൻ വരും, വിൻസെൻ്റ് വരും. പിന്നെ തോപ്പിൽ ബാസിയുടെ ആദ്യത്തെ പടങ്ങളൊക്കെ ഞാനും രഘുവും കൂടിയാണ് ചെയ്തത്. കാര്യം അങ്ങനത്തെ നിങ്ങളതിനെ കമ്മ്യൂണിസ്റ്റാക്കി, അങ്ങനത്തെ നാടകമല്ല സിനിമ, എവിടെ ക്യാമറ വയ്ക്കണമെന്നും പറയാനൊക്കെ അല്ലേ. അത് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്ത് ഞാനും രഘുവും കൂടിയാണ് സാങ്കേതിക വശങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു സുന്ദരകഥ, അപ്പോൾ ആരെയും ഒറ്റ കൊണ്ടെടുത്ത വെണ്ണ ആ പാട്ടൊക്കെ ഞാനാണ് ഓടപിടിക്ക് ഷൂട്ട് ചെയ്യുന്നതൊക്കെ. തൊഴിലൊന്നും ഇല്ല, നന്ന് വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഒരുപാട് കിട്ടി. പുരാണ ചിത്രങ്ങൾ, അത് ഇതൊക്കെ ഇപ്പോഴും ഞാൻ അഹങ്കാരത്തോട് പറയാം. നിങ്ങളുടെയൊക്കെ ഇതില്ലേ കാളി ഭദ്രകാളി എന്നൊക്കെയുള്ള പാട്ടില്ലേ, ഇത് ഞാൻ ഈ ക്രിസ്ത്യാനിയായി ഞാൻ ചെയ്യുന്ന പോലെ ചിലപ്പോൾ ഇന്നത്തെ ഒരു ഡയറക്ടറും ചെയ്യാനാണ്. കാര്യം എൻ്റെ ഒരു ടാലൻ്റാണത്, അത് ദൈവം തന്നൊരു, അല്ല എൻ്റെ കഴിവെന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് എനിക്കതിൻ്റെ ഇത് കിട്ടുമായിരുന്നു. അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ടാണ് ആദ്യത്തെ സിനിമാസ്കോപ്പ് എനിക്ക് ചെയ്യേണ്ടി വന്നു മലയാളത്തിൽ. അപ്പം അന്ന് ഈ മറ്റേ ഇത് അക്കാഡമിക് സ്ക്രീൻ എന്ന് പറയും, അതിൽ നിന്ന് ഇങ്ങോട്ട് നീള ചെയ്യുന്നത്.
അപ്പൊ ഈ ഇതിന്റെ രണ്ടിന്റെ ഫോർമാറ്റ് വ്യത്യാസമുണ്ട്. 70 mm എന്ന് പറയുന്നത് വേണം. 70 mm അല്ല, സിനോസ്കോപ്പ്. സിനോ- സിനോസ്കോപ്പിൽ പിന്നെയും ചുരുങ്ങി ആ 70 mm. അപ്പോൾ നമ്മുടെ ഒരു നടി വിജയ നിർമ്മല, ഇവര് മലയാളത്തിലെ ആദ്യത്തെ വനിതാ ഡയറക്ടറാണ്. കവിത എന്ന് പറഞ്ഞ ഡയറക്ടർ പടം ചെയ്തത്. ഇത് നമ്മുടെ ആലപ്പി ഷെറീഫ് എന്ന എൻ്റെ ആ സ്ക്രിപ്റ്റ്. ശരി. ആ, അതെ. അപ്പൊ ഇവര് ഞാനും ഉദയയുടെ അടുത്തടുത്ത മുറിയിലാണ്. അപ്പൊ ഞങ്ങളെപ്പോഴും വരാതെ വെച്ച് തന്നെ, കാരണം ഇവരെനിക്ക് സിനിമാസ്കോപ്പിന്റെ, ഇവര് 12 സിനിമാസ്കോപ്പ് ചെയ്ത് കഴിഞ്ഞ് തെലുങ്കില്. അപ്പൊ എപ്പോഴും എനിക്ക് ഇതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവര് മനസ്സിലായിട്ടൊന്ന് സ്നേഹിതയും ഗുരു എന്നും പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ അവരാണ് എനിക്ക് അതൊക്കെ സിനിമാസ്കോപ്പിന്റെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ എനിക്കത് വലിയ എളുപ്പമായി ഈ തച്ചുകളി കമ്പ് ചെയ്യാനേ. ആരും എൻ്റെ കൂടെ ഇല്ല. അപ്പച്ചൻ്റെ മകൻ ജിജോ മാത്രം എന്നെ സഹായിക്കാണ്ട്. പക്ഷെ ജിജോ അപ്പൊ ഒന്നും അറിഞ്ഞൂടാ. പിന്നെ എൻ്റെ ഒരു അസിസ്റ്റന്റ് രാമചന്ദ്രൻ ഒരാള്, അയാൾ മരിച്ചുപോയി. അയാളാണ് ഇപ്പൊ CBMLന്റെ ഈ മുത്താരംകുന്ന PAക്കും അയാളായിരുന്നു. അപ്പൊ അവരെന്നെ വിളിച്ചു, ഈ രാമചന്ദ്രൻ ഇവിടെ ഉണ്ടെന്ന് അറിയാമോ? അപ്പൊ എനിക്കൊരു 40 കൊല്ലം ഞാൻ കണ്ടിട്ടു. അപ്പൊ ആള് കാണുകയില്ല. സിവിയുടെ മുത്താരംകുന്ന PO എന്നൊക്കെ ഞങ്ങളുടെ പോയിരുന്നേ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ നമസ്കാരം. 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 അപ്പം നമ്മുടെ ഒരു പ്രസ്ഥാനത്തിന്റെ GCD ഫൗണ്ടേഷൻ, GCD ഫൗണ്ടേഷന്റെ ഒരു പ്രസ്ഥാനത്തിന്റെ ബാനറിലാണ് ഞാൻ അങ്ങേ കാണുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ CEO അതിന്റെ പ്രൊമോട്ടറും ആയ മിസ്റ്റർ ജയകുമാർ PK എത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹമായിട്ട് ഒന്ന് പരിചയപ്പെടാനും അദ്ദേഹമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ. അപ്പം ജയകുമാർ സാർ നമസ്കാരം. എന്തായാലും ഇത്ര ഈ ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ രാമചന്ദ്രൻ സാറ് ആലപ്പുഴ ജില്ലാ GCD ചെയർമാനാണ്. അദ്ദേഹമാണ് സാറിനെ പരിചയപ്പെടുത്താനും ഇന്ന് ഈ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തത്. അപ്പൊ നമ്മുടെ GCDയുടെ 10 പ്രൊജക്റ്റിൽ ഒന്നാണ് ഫിലിം ഇൻഡസ്ട്രി. അപ്പൊ ഫിലിം ഇൻഡസ്ട്രിയുടെ ഞങ്ങളുടെ തുടക്കത്തിൽ തന്നെ ഞാൻ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സിനിമകളിൽ പ്രവർത്തിക്കുകയും പരിചയമുള്ള സാറിനെ പരിചയപ്പെട്ടതിൽ ഞാൻ പ്രത്യേകം സാറിനോട് നന്ദി പറയാണ്. പരിചയപ്പെടാൻ സാധിച്ചതിൽ. കാരണം ഞങ്ങളുടെ ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇവിടുത്തെ ആർട്ടിസ്റ്റ്, ടെക്നീഷ്യന്മാര്, അതേപോലെ തന്നെ ഈ സിനിമാ മേഖലയ്ക്ക് തന്നെ വലിയൊരു നേട്ടം കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ സാറിനെ തന്നെ ഇതിനാദ്യം പരിചയപ്പെടാനും സാറ് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു കാരണവർ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ അതിന് സാറിന്റെ സമ്മതവും കാര്യങ്ങളെല്ലാം വേണം. എങ്കിലും എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ ഇപ്പൊ തന്നെ തുറന്നു പറയാം. കാരണം സിനിമാ മേഖലയിൽ തലതൊട്ടപ്പൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. നമ്മുടേതായിട്ടുള്ള അറിവ് ശകലം മാത്രമേ ഉള്ളൂ. എന്നാൽ ജീവിതത്തിൽ ഒത്തിരി ഈ മേഖലയെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും പഠിച്ച് പ്രവർത്തിക്കാനും കഴിഞ്ഞ സാറിനെ പോലുള്ള ഒരാള് ഞങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യം തന്നെയാണ്. നമ്മൾ ഈ സിനിമയെ കാണുന്നത് ഒരു കേരളത്തിന്റെ ഒരു സിനിമാ മോഹം മാത്രമല്ല, ഓൾ ഇന്ത്യ തലത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും കൂട്ട് നിർത്തിക്കൊണ്ട് ഇതിനെ ഒരു വ്യാവസായിക മേഖലയുടെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നിലവിലുള്ള പാളിച്ചകൾ, സിനിമ ഇൻഡസ്ട്രിയിലുള്ള പാളിച്ചകൾ അതെന്താണോ അത് നികർത്തിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഈ ഇൻഡസ്ട്രിയെ നോക്കിക്കാണാൻ പ്രവർത്തിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് തുടക്കം കുറിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് സാറിന്റെ എല്ലാവിധ സപ്പോർട്ടും തരണം. അതേപോലെ തന്നെ സാറിന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവണം. നമ്മൾ ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഇന്ന് ഫിലിം ഇൻഡസ്ട്രിയിൽ നിരവധി ആൾക്കാർ ജോലി ചെയ്ത് ഇപ്പം തട്ടുകട നടത്തി അതുപോലെ ജീവിക്കാൻ മാർഗമില്ലാതെ നിരവധി ആൾക്കാർ. അപ്പൊ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ അവരുടെ നല്ലൊരു ജീവിത കാലഘട്ടം മുഴുവനും സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് അവർ പ്രവർത്തിച്ചു. പിന്നീട് അവർക്ക് സിനിമ കിട്ടാണ്ട് വരികയും അവർക്ക് വേറൊരു തൊഴിലിന് പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാവും. പക്ഷെ ഇവരാരും സംരക്ഷിക്കും. ഇവർക്കൊരു ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. പിന്നെ കാശുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാവരും കൊണ്ട് സാധ്യമല്ല. നിരവധി ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും ഇതുപോലെ വരുമാനം ഇല്ലാത്ത ആൾക്കാരാണ്. ഇതിനെ നമ്മൾ ഈ ഇത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇപ്പൊ 100 കോടി മേടിക്കുന്ന ആർട്ടിസ്റ്റ് ഇല്ല ഇന്ത്യയിൽ. അപ്പൊ 100 കോടിയും 150 കോടിയും മേടിക്കുന്ന ആർട്ടിസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അതിനെ സിനിമ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച 100 കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ ജീവിതമൊക്കെ എവിടെ ചെന്ന് എത്തിയിരിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ രക്ഷപ്പെട്ടവര് മാത്രം രക്ഷപ്പെട്ടു പോവുക, ഇല്ലാത്തവര് താഴെക്കടയിലേക്ക് പോവുക എന്നുള്ള. അപ്പൊ നമ്മുടെ ഒരു സിസ്റ്റം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
നമുക്ക് എല്ലാ ആൾക്കാർക്കും അത്യാവശ്യം ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള വരുമാനം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യന്മാർക്കും അവസരം കൊടുത്തുകൊണ്ട് ഓൾ ഇന്ത്യ തലത്തിൽ ഒരു സംഘടന, ഇതാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. അപ്പൊ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ആണ്. അപ്പൊ ഇന്റർനാഷണൽ ബിസിനസ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയുടെ കീഴിലാണ് ആ 10 പ്രൊജക്റ്റിൽ ഒരു പ്രൊജക്റ്റാണ് ഫിലിം ഇൻഡസ്ട്രി. അപ്പൊ നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയെ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒതുക്കി നിർത്താതെ എല്ലാ ഭാഗങ്ങളിലുള്ള ആർട്ടിസ്റ്റിനെയും ടെക്നീഷ്യന്മാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയൊക്കെ ഉയർച്ച നേടിയെടുക്കാൻ പറ്റും, അത് ആർട്ടിസ്റ്റും ടെക്നീഷ്യന്മാർക്ക് വലിയ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും. അത് ഞങ്ങൾ ക്രൗഡ് ഫണ്ടിങ് സിസ്റ്റത്തിലാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് നിലവിൽ നമുക്കറിയാം ഒരു വർഷത്തിൽ 200ഓളം സിനിമ നടക്കാറുണ്ട്. ആ 200 സിനിമയിൽ 180 സിനിമ പരാജയത്തിലാണ്. അപ്പൊ 180 സിനിമയ്ക്കും ഫണ്ട് ചെയ്ത ആൾക്കാര് ഈ കഴിഞ്ഞ 50 വർഷ കാലഘട്ടത്തിലെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ അവസ്ഥ എന്തായിട്ടുള്ള ആരും മനസ്സിലാക്കി ആരും അന്വേഷിക്കുന്നില്ല. ഇതിനകത്ത് അഭിനയിച്ച ആർട്ടിസ്റ്റ് തന്നെ അന്വേഷിക്കുന്നില്ല, ടെക്നീഷ്യന്മാർ അന്വേഷിക്കുന്നില്ല, ആരും എവിടെ പോയി. അപ്പൊ ഈ എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നും ഇവരെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട്. അതായത് നമ്മൾ എങ്ങനെയെങ്കിലും കാശ് അവരെ കൊണ്ട് ഇടിയിച്ച് ഒരു പടം എടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം, ഇവരെ കൂടി പ്രൊട്ടക്ട് ചെയ്യണം. കാരണം സിനിമ എന്ന് പറഞ്ഞ സാധനം നടക്കണമെങ്കിൽ സാമ്പത്തികം ഉള്ളവനെ കൊണ്ടല്ലേ പറ്റുള്ളൂ. സാമ്പത്തികം ഇല്ലാത്തവര് ഇല്ലെങ്കിൽ സിനിമ എടുക്കാൻ പറ്റില്ല. അപ്പൊ അവരെ നമ്മൾ ആദ്യം എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും, അതിനാണ് ഞങ്ങളുടേതായിട്ടുള്ള ഒരു ഈ GCD ഫൗണ്ടേഷൻ അതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അത് വരും ദിവസങ്ങളിൽ അത് കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് നമ്മളെ പബ്ലിക്കിലേക്ക് അറിയിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ജനീയ പ്രസ്ഥാനത്തിന്റെ തുടക്കമാണ്. അതിന് കാരണസ്ഥാനത്ത് സാറ് നിൽക്കുകയും അതിനോടൊപ്പം വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇത് നമുക്കൊരു തുടക്കം മാത്രമാണ്. എന്തായാലും സാറിനെ പരിചയപ്പെടുത്തിയ രാമചന്ദ്രൻ സാറിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. അതുപോലെ സാറിനോട് എനിക്ക് എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഇനി സാറിന് ഞങ്ങളുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ എൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഒരു ഉപദേശം തരാനുള്ളത്? ഉപദേശം എനിക്കിത് ഞാൻ ഇതുപോലൊരു കാര്യം ആഗ്രഹിക്കുകയും അതിനായിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു ഞാൻ. ഇപ്പൊ തീർന്നിരിക്കുന്ന സിനിമ ലവ് ആൻഡ് ലൈഫ്, അതിന് ഞാൻ പ്രൊഡ്യൂസർമാരോട് പറഞ്ഞു എന്നെ നിങ്ങൾ വർക്കിംഗ് പാർട്ണറാക്ക്. അപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട്, അത് ഞങ്ങളുടെ സ്ക്രിപ്റ്റ് ഡയറക്ഷൻ അത് നിങ്ങളുടെ ഒരു പോർഷൻ ആക്കി. അപ്പൊ എനിക്ക് ഇവര് ലോ ബഡ്ജറ്റ് തന്നെ പ്രതിഫലം തരാനില്ല. അവസാനം എന്ത് കിട്ടുമ്പോ അപ്പൊ നമുക്കത് വായിച്ചെടുക്കാം. അപ്പൊ അത് ഈ 15-ാം തീയതി അതിന്റെ ഡിസ്കഷൻ നടക്കുകയാണ്. അവർ തൃശ്ശൂർ ഏതോ പ്രൊഡ്യൂസറോ ഡിസ്ട്രിബ്യൂട്ടറെ പോയിക്കണം, ഡിസ്ട്രിബ്യൂട്ടർക്ക് വിൽക്കുന്നു നമ്മുടെ കാര്യം. അല്ലാതെ ഇത് തിയേറ്ററിൽ ഓടിക്കാനുള്ള സാമ്പത്തികം ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത പടവും അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുള്ളൂ, എഗ്രിമെന്റ് പോലും എഴുതിയിട്ടില്ല. മിസ്റ്റർ മുരളി എന്ന അദ്ദേഹവുമായിട്ട് ഇതുപോലെ ഞങ്ങളൊരു ധാരണയിലാണ്. കാര്യം സിനിമ ഈ സാമ്പത്തികം എന്ന് പറഞ്ഞ് കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ചിലപ്പോൾ പ്രൊഡ്യൂസർ ഒരു 100 കോടി കിട്ടുമായിരിക്കും, സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും അവര് വർക്കേറ്റാണ് ഇത് ഉണ്ടായത്. ഇയാളുടെ കാശിങ്ങനെ വെറുതെ വെച്ചാൽ ഇങ്ങനെ വർദ്ധിക്കല. അപ്പൊ ഇവർക്ക് കൊടുക്കാൻ ബാധ്യതയാണ്. ഇതാണ് ഏറ്റവും പ്രധാനം, സ്ക്രിപ്റ്റും ഡയറക്ഷനും. പിന്നെ ടെക്നീഷ്യൻസ് അവസാനമാണ് വരുന്ന നടികന്മാര്. അതായത് ഒരു കെട്ടിടം പണിതിട്ട് അവസാനം പെയിന്റ് അടിക്കുന്ന പോലെ ഇവരെയാണ് കാണുന്നത്. ഈ പെയിന്റാണ് ജനങ്ങൾ കാണുന്നത്. ഞാനങ്ങനെ ഇവരവസാനം ഇപ്പൊ കെട്ടിടം പണിയുന്ന എന്തുമാത്രം പേരുണ്ട്, എഞ്ചിനീയറുണ്ട്, എന്തുമാത്രം ആളുകൾ കിടന്ന് കഷ്ടപ്പെടണം. അവസാനം പെയിന്റ് അടിച്ച ഈ പെയിന്റാണ് ജനങ്ങൾ കാണുന്നത്. പക്ഷെ അവരെ പൊക്കിക്കൊണ്ട് നടക്കണം. എന്നുവെച്ചാൽ അവര് കഴിവില്ലാത്തവരാണെന്നല്ല, അവര് നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൊണ്ട് ഇവർ പോകുന്നു. അവരാക്കി തീർത്തത് ഇത്രയും പേര് കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ അത് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ടറും തിയേറ്ററുകാരും പരസ്യത്തിന് ഇവരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവരാണ് ഈ സിനിമയുടെ മൂല്യം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ഈ നടിയന്മാർക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അവർ പ്രധാനപ്പെട്ടവരാണ്, നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ളവർ, ലോകമായിട്ട് ഇതിൽ ഏറ്റവും വലിയ നടന്മാർ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അത് അംഗീകരിച്ചെന്ന് തന്നെ പറയുന്നു. പക്ഷെ ഇവര് ഇങ്ങനെ ഇവര് മാത്രം കോടികൾ ഇങ്ങനെ പ്രതിഫലം മേടിച്ചിട്ട് പോകുന്നത് അത് ശരിയല്ല. അവരുടെ റേറ്റ് കുറച്ചിട്ട് അവർക്ക് തന്നെ പറയാം, ഇവിടെ തന്നെ സിനിമാ ഫീൽഡിൽ ഒരുപാട് രക്ഷപ്പെടാത്ത ആളുണ്ട്, അവർക്ക് ഇത് പാകിച്ചു കൊടുക്കാനൊക്കെ അവർക്ക് തന്നെ പറയാം. പറയുമ്പോൾ അവരുടെ വ്യക്തിത്വം വളരും അല്ലേ. അത് ചെയ്യുന്നില്ല ആരും. സാറേ, എനിക്ക് ഇതിനകത്ത് ഒന്നുകൂടി ചോദിക്കാനുള്ളത്,
ഇപ്പൊ നമ്മളൊരു തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാല് ഉം. അവിടെ ആ സിനിമയുടെ പോസ്റ്ററിൽ കാണുന്നത് അഭിനയിച്ച ആൾക്കാരുടെ മാത്രമാണ്. അതെ അതെ പക്ഷെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും. നമസ്കാരം. 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 അപ്പം നമ്മുടെ ഒരു പ്രസ്ഥാനത്തിന്റെ GCD ഫൗണ്ടേഷൻ, GCD ഫൗണ്ടേഷന്റെ ഒരു പ്രസ്ഥാനത്തിന്റെ ബാനറിലാണ് ഞാൻ അങ്ങേ അതെ അതെ കാണുന്നത്. അതെ അപ്പൊ അദ്ദേഹത്തിന്റെ CEO അതിന്റെ പ്രൊമോട്ടറും ആയ മിസ്റ്റർ ജയകുമാർ PK എത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹമായിട്ട് ഒന്ന് പരിചയപ്പെടാനും അദ്ദേഹമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ. ശരി ശരി. അപ്പം ജയകുമാർ സാർ, നമസ്കാരം. എന്തായാലും ഈ ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ രാമചന്ദ്രൻ സാറ് ആലപ്പുഴ ജില്ലാ GCD ചെയർമാനാണ്. അതെ അദ്ദേഹമാണ് സാറിനെ പരിചയപ്പെടുത്താൻ ഇന്ന് ഈ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തത്. അതെ അപ്പൊ നമ്മുടെ GCDയുടെ 10 പ്രൊജക്റ്റിൽ ഒന്നാണ് ഫിലിം ഇൻഡസ്ട്രി. അതെ അതെ അതെ. അപ്പൊ ഫിലിം ഇൻഡസ്ട്രിയുടെ ഞങ്ങളുടെ തുടക്കത്തിൽ തന്നെ ഞാൻ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സിനിമകളിൽ പ്രവർത്തിക്കുകയും പരിചയമുള്ള സാറിനെ പരിചയപ്പെട്ടതിൽ ഞാൻ പ്രത്യേകം സാറിനോട് നന്ദി പറയാണ്, പരിചയപ്പെടാൻ സാധിച്ചതിൽ. കാരണം ഞങ്ങളുടെ ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇവിടുത്തെ ആർട്ടിസ്റ്റ്, ടെക്നീഷ്യന്മാര്, അതേപോലെ തന്നെ ഈ സിനിമാ മേഖലയ്ക്ക് തന്നെ വലിയൊരു നേട്ടം കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ സാറിനെ തന്നെ ഇതിനാദ്യം പരിചയപ്പെടാനും സാറ് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു കാരണവർ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ അതിന് സാറിന്റെ സമ്മതവും കാര്യങ്ങളെല്ലാം വേണം. എങ്കിലും എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ ഇപ്പൊ തന്നെ തുറന്നു പറയാം. കാരണം സിനിമാ മേഖലയിൽ തലതൊട്ടപ്പൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. നമ്മുടേതായിട്ടുള്ള അറിവ് ശകലം മാത്രമേ ഉള്ളൂ. എന്നാൽ ജീവിതത്തിൽ ഒത്തിരി ഈ മേഖലയെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും പഠിച്ച് പ്രവർത്തിക്കാനും കഴിഞ്ഞ സാറിനെ പോലുള്ള ഒരാള് ഞങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യം തന്നെയാണ്. നമ്മൾ ഈ സിനിമയെ കാണുന്നത് ഒരു കേരളത്തിന്റെ ഒരു സിനിമാ മോഹം മാത്രമല്ല, ഓൾ ഇന്ത്യ തലത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും കൂട്ട് നിർത്തിക്കൊണ്ട് ഇതിനെ ഒരു വ്യാവസായിക മേഖലയുടെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നിലവിലുള്ള പാളിച്ചകൾ, സിനിമ ഇൻഡസ്ട്രിയിലുള്ള പാളിച്ചകൾ അതെന്താണോ അത് നികർത്തിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഈ ഇൻഡസ്ട്രിയെ നോക്കിക്കാണാൻ പ്രവർത്തിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് തുടക്കം കുറിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് സാറിന്റെ എല്ലാവിധ സപ്പോർട്ടും തരണം. അതേപോലെ തന്നെ സാറിന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവണം. നമ്മൾ ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഇന്ന് ഫിലിം ഇൻഡസ്ട്രിയിൽ നിരവധി ആൾക്കാർ ജോലി ചെയ്ത് ഇപ്പം തട്ടുകട നടത്തി അതുപോലെ ജീവിക്കാൻ മാർഗമില്ലാതെ നിരവധി ആൾക്കാർ. അപ്പൊ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ അവരുടെ നല്ലൊരു ജീവിത കാലഘട്ടം മുഴുവനും സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് അവർ പ്രവർത്തിച്ചു. പിന്നീട് അവർക്ക് സിനിമ കിട്ടാണ്ട് വരികയും അവർക്ക് വേറൊരു തൊഴിലിന് പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാവും. പക്ഷെ ഇവരെ ആര് സംരക്ഷിക്കും? ഇവർക്കൊരു ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. പിന്നെ കാശുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാവരും കൊണ്ട് സാധ്യമല്ല. നിരവധി ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും ഇതുപോലെ വരുമാനം ഇല്ലാത്ത ആൾക്കാരാണ്. ഇതിനെ നമ്മൾ ഈ ഇത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇപ്പൊ 100 കോടി മേടിക്കുന്ന ആർട്ടിസ്റ്റ് ഇല്ല ഇന്ത്യയിൽ. അപ്പൊ 100 കോടിയും 150 കോടിയും മേടിക്കുന്ന ആർട്ടിസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അതിനെ സിനിമ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച 100 കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ ജീവിതമൊക്കെ എവിടെ ചെന്ന് എത്തിയിരിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ രക്ഷപ്പെട്ടവര് മാത്രം രക്ഷപ്പെട്ടു പോവുക, ഇല്ലാത്തവര് താഴേക്കടയിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഒരു സിസ്റ്റം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാ ആൾക്കാർക്കും അത്യാവശ്യം ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള വരുമാനം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യന്മാർക്കും അവസരം കൊടുത്തുകൊണ്ട് ഓൾ ഇന്ത്യ തലത്തിൽ ഒരു സംഘടന, ഇതാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. അപ്പൊ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ആണ്. അപ്പൊ ഇന്റർനാഷണൽ ബിസിനസ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയുടെ കീഴിലാണ് ആ 10 പ്രൊജക്റ്റിൽ ഒരു പ്രൊജക്റ്റാണ് ഫിലിം ഇൻഡസ്ട്രി. അപ്പൊ നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയെ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒതുക്കി നിർത്താതെ എല്ലാ ഭാഗങ്ങളിലുള്ള ആർട്ടിസ്റ്റിനെയും ടെക്നീഷ്യന്മാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയൊക്കെ ഉയർച്ച നേടിയെടുക്കാൻ പറ്റും, അത് ആർട്ടിസ്റ്റും ടെക്നീഷ്യന്മാർക്ക് വലിയ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും. അത് ഞങ്ങൾ ക്രൗഡ് ഫണ്ടിങ് സിസ്റ്റത്തിലാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് നിലവിൽ നമുക്കറിയാം ഒരു വർഷത്തിൽ 200ഓളം സിനിമ നടക്കാറുണ്ട്. ആ 200 സിനിമയിൽ 180 സിനിമ പരാജയത്തിലാണ്. അപ്പൊ 180 സിനിമയ്ക്കും ഫണ്ട് ചെയ്ത ആൾക്കാര് ഈ കഴിഞ്ഞ 50 വർഷ കാലഘട്ടത്തിലെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ അവസ്ഥ എന്തായിട്ടുണ്ടെന്നുള്ള ആരും ആരും അന്വേഷിക്കുന്നില്ല. ഇതിനകത്ത് അഭിനയിച്ച ആർട്ടിസ്റ്റ് തന്നെ അന്വേഷിക്കുന്നില്ല, ടെക്നീഷ്യന്മാർ അന്വേഷിക്കുന്നില്ല, ആരും എവിടെ പോയി. അപ്പൊ ഈ എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നും ഇവരെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട്. അതായത് നമ്മൾ എങ്ങനെയെങ്കിലും കാശ്
അവരെ കൊണ്ട് ഇടിയിച്ച് ഒരു പടം എടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. അതെ ഇവരെ കൂടി പ്രൊട്ടക്ട് ചെയ്യണം. കാരണം സിനിമ എന്ന് പറഞ്ഞ സാധനം നടക്കണമെങ്കിൽ സാമ്പത്തികം ഉള്ളവനെ കൊണ്ടല്ലേ പറ്റുള്ളൂ. പറ്റുള്ളൂ. സാമ്പത്തികം ഇല്ലാത്തവര് ഇല്ലെങ്കിൽ സിനിമ എടുക്കാൻ പറ്റില്ല. എടുക്കാൻ പറ്റില്ല. അപ്പൊ അവരെ നമ്മൾ ആദ്യം എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? അതെ അതിനാണ് ഞങ്ങളുടേതായിട്ടുള്ള ഒരു ഈ GCD ഫൗണ്ടേഷൻ അതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അത് വരും ദിവസങ്ങളിൽ അത് കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് നമ്മളെ പബ്ലിക്കിലേക്ക് അറിയിക്കുകയും ശരി ചെയ്യും. ശരി അങ്ങനെ ഒരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ജനീയ പ്രസ്ഥാനത്തിന്റെ തുടക്കമാണ്. അതിന് കാരണസ്ഥാനത്ത് സാറ് നിൽക്കുകയും അതിനോടൊപ്പം വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇത് നമുക്കൊരു തുടക്കം മാത്രമാണ്. ശരി ശരി എന്തായാലും സാറിനെ പരിചയപ്പെടുത്തിയ രാമചന്ദ്രൻ സാറിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. അതെ അപ്പോൾ സാറിനോട് എനിക്ക് എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഇനി സാറിന് ഞങ്ങളുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഒരു ഉപദേശം തരാനുള്ളത്? എൻ്റെ ഉപദേശം എനിക്കിത് ഞാൻ ഇതുപോലെ ഒരു കാര്യം ആഗ്രഹിക്കുകയും അതിനായിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു ഞാൻ. ഇപ്പൊ എൻ്റെ ഇപ്പൊ തീർന്നിരിക്കുന്ന സിനിമ ലവ് ആൻഡ് ലൈഫ്, അതിന് ഞാൻ പ്രൊഡ്യൂസർമാരോട് പറഞ്ഞു എന്നെ നിങ്ങൾ വർക്കിംഗ് പാർട്ണറാക്ക്. അപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട് അത് എൻ്റെ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് ഡയറക്ഷൻ അത് നിങ്ങൾ ഒരു പോർഷൻ ആക്കി. അപ്പൊ എനിക്ക് ഇവര് ലോ ബഡ്ജറ്റ് തന്നെ പ്രതിഫലം തരാനില്ല. അവസാനം എന്ത് കിട്ടുമ്പോ അപ്പൊ നമുക്കത് വായിച്ചെടുക്കാം. അപ്പൊ അത് ഈ 15-ാം തീയതി അതിന്റെ ഡിസ്കഷൻ നടക്കുകയാണ്. അവർ തൃശ്ശൂർ ഏതോ പ്രൊഡ്യൂസറോ ഡിസ്ട്രിബ്യൂട്ടറെ പോയിക്കണം. ഡിസ്ട്രിബ്യൂട്ടർക്ക് വിൽക്കുന്നു നമ്മുടെ കാര്യം. അല്ലാതെ ഇത് തിയേറ്ററിൽ ഓടിക്കാനുള്ള സാമ്പത്തികം ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത പടവും അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുള്ളൂ. എഗ്രിമെന്റ് പോലും എഴുതിയിട്ടില്ല. മിസ്റ്റർ മുരളി എന്ന അദ്ദേഹവുമായിട്ട് ഇതുപോലെ ഞങ്ങളൊരു ധാരണയിലാണ്. കാര്യം സിനിമ ഈ സാമ്പത്തികം എന്ന് പറഞ്ഞ് കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ചിലപ്പോൾ പ്രൊഡ്യൂസർ ഒരു 100 കോടി കിട്ടുമായിരിക്കും. സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും അവര് വർക്കേറ്റാണ് ഇത് ഉണ്ടായത്. ഇയാളുടെ കാശിങ്ങനെ വെറുതെ വെച്ചാൽ ഇങ്ങനെ വർദ്ധിക്കല. അപ്പൊ ഇവർക്ക് കൊടുക്കാൻ ബാധ്യതയാണ്. ഇതാണ് ഏറ്റവും പ്രധാനം. സ്ക്രിപ്റ്റും ഡയറക്ഷനും പിന്നെ ടെക്നീഷ്യൻസ് അവസാനമാണ് വരുന്ന നടികന്മാര്. അതായത് ഒരു കെട്ടിടം പണിതിട്ട് അവസാനം പെയിന്റ് അടിക്കുന്ന പോലെ ഇവരെയാണ് കാണുന്നത്. ഈ പെയിന്റാണ് ജനങ്ങൾ കാണുന്നത്. ഞാനങ്ങനെ ഇവരവസാനം ഇപ്പൊ കെട്ടിടം പണിയുന്ന എന്തുമാത്രം പേരുണ്ട്, എഞ്ചിനീയറുണ്ട്, എന്തുമാത്രം ആളുകൾ കിടന്ന് കഷ്ടപ്പെടണം. അവസാനം പെയിന്റ് അടിച്ച ഈ പെയിന്റാണ് ജനങ്ങൾ കാണുന്നത്. പക്ഷെ അവരെ പൊക്കിക്കൊണ്ട് നടക്കണം. എന്നുവെച്ചാൽ അവര് കഴിവില്ലാത്തവരാണെന്നല്ല, അവര് നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഏറ്റവും കൊണ്ട് പ്രതിഫലം കൊണ്ട് ഇവര് പോകുന്നു. അവരാക്കി തീർത്തത് ഇത്രയും പേര് കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ അത് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ടറും തിയേറ്ററുകാരും പരസ്യത്തിന് ഇവരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവരാണ് ഈ സിനിമയുടെ മൂല്യം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ഈ നടിയന്മാർക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അവർ പ്രധാനപ്പെട്ടവരാണ്, നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ളവർ. ലോകമായിട്ട് ഇതിൽ ഏറ്റവും വലിയ നടന്മാർ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അത് അംഗീകരിച്ചെന്ന് തന്നെ പറയുന്നു. പക്ഷെ ഇവര് ഇങ്ങനെ ഇവര് മാത്രം കോടികൾ ഇങ്ങനെ പ്രതിഫലം മേടിച്ചിട്ട് പോകുന്നത് അത് ശരിയല്ല. അവരുടെ റേറ്റ് കുറച്ചിട്ട് അവർക്ക് തന്നെ പറയാം ഇവിടെ തന്നെ സിനിമാ ഫീൽഡിൽ ഒരുപാട് രക്ഷപ്പെടാത്ത ആളുണ്ട്, അവർക്ക് ഇത് പാകിച്ചു കൊടുക്കാനൊക്കെ അവർക്ക് തന്നെ പറയാം. പറയുമ്പോൾ അവരുടെ വെട്ടിട്ടുണ്ട് വളരും അല്ലേ. അത് ചെയ്യുന്നില്ല ആരും. സാറേ, എനിക്ക് ഇതിനകത്ത് ഒന്നുകൂടി ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മളൊരു തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാലേ അവിടെ ആ സിനിമയുടെ പോസ്റ്ററിൽ കാണുന്നത് അഭിനയിച്ച ആൾക്കാരുടെ മാത്രമാണ്. പക്ഷെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും സാറിന്റെ മുൻകാലങ്ങളിലെ അനുഭവങ്ങളും എങ്ങനെയാണ് ഈ നിലയിൽ ഇവിടം വരെ എത്തിയതെന്നും എല്ലാം സാറ് ചുരുക്കി ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ എനിക്കിനി അറിയേണ്ടത് നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള മോഹൻലാൽ, മമ്മൂട്ടി അല്ലെങ്കിൽ അതേപോലുള്ള ഒരു തലമുറയായിട്ടുള്ള ആ ഒരു എങ്ങനെയായിരുന്നു സാറിന്റെ അടുപ്പവും അവരുടെ പെരുമാറ്റങ്ങളും ഒക്കെ ഉള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ മോഹൻലാലായിട്ട് ശരിക്കും ഞാൻ പരിചയപ്പെടുന്നത് കൊടൈക്കനാലിൽ വെച്ചാൽ. ഇവരെ സെലക്ട് ചെയ്യുന്ന ആ സമയത്തൊക്കെ ഒന്നും ഞാനില്ല. അപ്പോൾ സിബി മലയിൽ, ഫാസിൽ, അവരുടെ ജിജോ അവരൊക്കെ ചേർന്നാണ് മോഹൻലാലിനെയൊക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനവിടെ ചെന്ന് സ്ക്രിപ്റ്റ് വായിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടാമത്തെ ദിവസം മോഹൻലാൽ വന്നു. അവിടെ വന്ന് അവരുടെ കസേരയിലിരുന്ന് അന്ന് ഒരു കീർത്തനമൊക്കെ പാടി ഈ എല്ലാവരെയും കൈകാര്യം ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ട്, എല്ലാവരും സൂചിപ്പിച്ച്. അപ്പൊ അന്ന് അങ്ങനെയായിരുന്നു. അങ്ങനെ ഷൂട്ടിങ് തുടങ്ങി. അപ്പോൾ ഇവരെല്ലാം
ജിജോയുടെ കൂട്ടുകാരൊക്കെ എല്ലാം വേറൊരു ലോഡ്ജിലാണ്. അവിടെ അവർക്ക് ആവശ്യമുള്ള അക്കോമഡേഷൻ എല്ലാവർക്കും ശരിക്കും കിട്ടിയില്ല. ഇതെനിക്ക് മനസ്സിലായിരുന്നു. പിറ്റേ ദിവസം അപ്പോൾ എൻ്റെ മുറിയിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അവിടെ എൻ്റെ ഒരു ഡബിൾ കോട്ടാണ്. അപ്പം ഞാൻ ലൊക്കേഷൻ വെച്ച് ലാലിനെ കണ്ടപ്പോൾ ലാലെ എൻ്റെ മുറിയിൽ ഒരാൾ കിടക്കാനുള്ള സ്ഥലമുണ്ട്. അത്ര മഞ്ഞും തണുപ്പും ശരിക്കുള്ള ബ്ലാങ്കറ്റും എല്ലാം ഉണ്ട് എൻ്റെ മുറിയിൽ. അപ്പോൾ തന്നെ പെട്ടിയായിട്ട് കൊണ്ടുവന്നു. ഞങ്ങൾ 21 ദിവസം ഒന്നിച്ച് ഒരു ബെഡിലൊരു മുറി കഴിയുകയായിരുന്നു. അപ്പോൾ ആ ഒരു സൗഹൃദമാണ് ഇന്ന് എന്നോടുള്ളത്. പിന്നെ അപ്പം അതിൻ്റെതായ ഒരുപാട് ഇതുണ്ടല്ലോ, തമാശയും രസങ്ങളും അഭിനയത്തിൻ്റെ ഇതും ഒക്കെ ആയിട്ട്. എല്ലാം മനസ്സിലാക്കി എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ആ, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതെ catch ചെയ്യാൻ ഒരു കഴിവും ഒരു സമർത്ഥ്യവും ഉണ്ട്. അതെ അതെ. അപ്പം മഞ്ഞിൽ കഴിഞ്ഞ പൂക്കള് അപ്പം അങ്ങനെ ഫാസിൽ ഡയറക്റ്റ് ചെയ്യുന്നു എങ്കിലും അതിൻ്റെ സാങ്കേതിക വശം ഫാസിലിന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് സൂപ്പർവൈസിംഗ് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്ത അത് ആ പടത്തിന് വളരെ സഹായമായി. കാര്യം ഫാസിൽ മനസ്സിൽ ഉദ്ദേശിച്ചത് ഒരു ഫാസിൽ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അത് സംവിധായകൻ ഇങ്ങനെ ഉൾക്കൊള്ളണമെന്നുള്ളത് അന്ന് ഫാസിലിന് സാധിക്കില്ല. അപ്പോൾ അത് ആ ഡ്യൂട്ടി ഞാനാണ് ചെയ്തത്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഒരു ട്രാജഡിയാണ്, കരുണരസമാണ് ലവ് ആണെങ്കിലും. അപ്പോൾ ഈ കരുണരസം ആണ് അതിൻ്റെ ആദ്യം മുതലേ ക്യാമറയുടെ മൂവ്മെൻറ്റ്. ഒരു സ്പീഡുള്ള സൂമോ ട്രോളിയോ ഒന്നുമില്ല. എപ്പോഴും ഒരു നമ്മൾ എന്ത് പറയുക, ഒരു ദുഃഖം പ്രേമമാണെങ്കിൽ ആ ഒരു ദുഃഖത്തിൻ്റെ ഇതാണ് ക്യാമറയുടെ മൂവ്മെൻറ്റ് മുഴുവൻ. എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതാണ്. അപ്പോൾ അത് ഞാൻ ശരിക്കും ചെയ്തു. പിന്നെ അതിൻ്റെ മറ്റു സാങ്കേതികമായിട്ട് മാക്സിമം ഒരു സംവിധാനം പേരെടുക്കാവുന്ന എല്ലാം ഞാൻ ചെയ്തു. ഇപ്പം നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സിനിമയെന്ന് പറയുന്നത് ഗോൺ വിത്ത് ദ വിൻഡാണ്. ഗോൺ വിത്ത് ദ വിൻഡിൻ്റെ സ്വാധീനം നമുക്ക് സിനിമ ചെയ്യാനൊക്കെയല്ല. അതിലും ചില സ്ഥലത്ത് ക്യാമറ വെച്ചിട്ട് ഞാൻ പറയും ഇത് ഗോൺ വിത്ത് ദ വിൻഡിലെ ഷോട്ടാണെന്ന് പറയാം. അപ്പം അതല്ലേ കാര്യം അതിൻ്റെ സ്വാധീനം നമുക്ക് സിനിമ ചെയ്യാനൊക്കെയല്ല അത് കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്ന മാക്സിമം സിൻസിയറായിട്ട് ആ പടത്തിന് വേണ്ടി ചെയ്തു. അങ്ങനെ പടം വലിയ വിജയമായി. പടം ആലപ്പുഴ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചക്രക്കട പാലത്തിൻ്റെ അവിടെ വെച്ച് മോഹൻലാൽ ബൈക്ക് വരുമ്പോൾ ഞാനായിട്ട് കണ്ട് സംസാരിക്കും. ഒരു മനുഷ്യനറിഞ്ഞുകൂടെ അവിടെ ഇയാൾ നടനാണെന്ന്. ഞങ്ങളവിടെ നിന്ന് പട്ടോളം പോലെ ചായ പിടിച്ചൊക്കെ പോകും. അപ്പം ലാല് നേരെ നവോദയയിലോട്ട് പോയാണ്. അപ്പൊ അന്ന് ലാലിനെ ആർക്കും അറിഞ്ഞൂടെ ഈ ഒരു നീല ഷർട്ടും പാൻറ് ഇത് തന്നെ എപ്പോഴും ഉള്ള വേഷമായിരുന്നു. പിന്നെ മമ്മൂട്ടിയായിട്ട് പരിചയപ്പെടുന്നത് പടയോട്ടത്തിനായിരുന്നു. അപ്പൊ പടയോട്ടത്തില് മിക്കവാറും ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണല്ലോ പടയോട്ടമൊക്കെ വരുന്നത്. അതെ, മഞ്ഞുമഞ്ഞ് പൂക്കൾ കഴിഞ്ഞ് തീക്കടൽ കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പടയോട്ടം വരുന്നു. നവോദയ തീക്കടൽ ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അത് ആദ്യത്തെ മൾട്ടി സ്റ്റാർ പിക്ചർ ഞാനാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അപ്പച്ചൻ്റെ പേരിൽ. അപ്പൊ അദ്ദേഹം അതിനുള്ള എല്ലാ സാഹചര്യവും എനിക്ക് അതുപോലത്തെ ഒരു വലിയ പ്രൊഡ്യൂസർക്ക് അത് ചെയ്യാനൊക്കെ ഉള്ളൂ. പിന്നെ പ്രേം നസീർ, സുകുമാരൻ, മധു 3 നായകന്മാര്, ഇവർക്ക് 3 പേരുടെയും പ്രാധാന്യം അത് അത് വെച്ചാൽ അത് നമുക്ക് അതൊരു ക്രിട്ടിക്കലാണ്. നമുക്ക് ഇവരുടെ പ്രാധാന്യം കൂട്ടുകയോ കുറയുകയോ ചെയ്യാതെ നമ്മളിത് പ്രസന്റ് ചെയ്യുന്നുള്ളൂ ക്യാമറയിൽ കൂടി എല്ലാത്തിലും. ഡയലോഗിൽ ആവശ്യങ്ങളുണ്ട് എന്നാലും. അപ്പൊ അതൊക്കെ ഞാനെല്ലാം സിൻസിയറായിട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് പടയോട്ടം ജിജോ ചെയ്യായിരുന്നു. അപ്പോഴതിൻ്റെ സൂപ്പർവൈസിംഗ് ഡയറക്ടർ ഞാനായിരുന്നു. അപ്പോൾ അതിനാണ് മമ്മൂട്ടി വന്ന് മമ്മൂട്ടി അതിനകത്ത് അവനിക്ക്. അപ്പം എന്നും വൈകുന്നേരം ചായ കുടിക്കാൻ നടക്കണം ഞാനും മമ്മൂട്ടിയും കൂടെ. അവിടെ കുറേ ചൈനക്കാരുടെ കുടയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വർത്തമാനം പറഞ്ഞ്. അപ്പം എന്തൊക്കെ പറയുന്നത്, മേള മമ്മൂട്ടിയുടെ ആദ്യത്തെ പടം മേള നന്നായിട്ട് കളക്ട് ചെയ്യുന്നു എന്നൊക്കെ. മമ്മൂട്ടി ഭയങ്കര ഇതിൽ 2 ലക്ഷം കളക്ട് ചെയ്യുന്നൊക്കെ അന്ന് ഭയങ്കര കാര്യമായിട്ടൊക്കെ പറയായിരുന്നു. പിന്നെ മമ്മൂട്ടി ഞാനായിട്ട് അങ്ങനെ അധികം കണ്ടിട്ടില്ല. എന്നാലും എവിടെ ഷൂട്ടിങ് നടക്കണമെങ്കിലും അവിടുന്ന് എൻ്റെ ലൊക്കേഷനിലോട്ട് ആരെങ്കിലും വരികയാണ് എന്നെ അന്വേഷിച്ചെന്ന് പ്രത്യേകം പറഞ്ഞു വിടുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് സഹകരിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. അപ്പം അങ്ങനെ അവർ ഇന്ന് സൂപ്പർ സ്റ്റാറുകളാണ്. അവർക്ക് അതിനുള്ള കഴിവുണ്ട്. കഴിവുണ്ട്, ഭാഗ്യം രണ്ടും വേണം. രണ്ടും ഉണ്ട് അവർക്ക്. ദൈവാധീനം, ഭാഗ്യത്തിൽ ദൈവം കൊടുക്കുന്ന ഈ അവസരങ്ങളും ഈ പേരും പ്രശസ്തിയും പണവും എല്ലാം അവര് ലോകം കീഴടക്കിയെന്ന് വേണം നമുക്ക് പറയാം. അതുപോലെ നമ്മൾ തമിഴിലെ ഉള്ള ആളുകളുമായിട്ട് അതെങ്ങനെയുള്ള നടന്മാർ ആരാണ് കൂടുതലായിട്ട് തമിഴിലെ മറ്റു ഭാഷകളിലുള്ള നമുക്ക് മറ്റു ഭാഷകളിലുള്ള നടന്മാരുമായിട്ടുള്ള എങ്ങനെയാണ് ആരെങ്കിലും
അല്ല മറ്റു കൂടുതൽ. ഭാഷകളിലുള്ള തമിഴൊക്കെയാണ് നമ്മളിപ്പോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല നടീനടന്മാരുമായിട്ട് അങ്ങനെ എനിക്ക് സഹകരിക്കേണ്ടി വന്നത് ആ. തച്ചോളി അമ്പൂര് ശിവാജി ഗണേശനെ ഡയറക്റ്റ് ചെയ്യേണ്ടി വന്നു. അതൊരു ഇത് അതൊക്കെ ദൈവം തരുന്ന ഒരു അവസരമാണ്. എം.എൻ. നമ്പ്യാര് ഇവർ രണ്ടുപേരും അന്നത്തെ അവിടുത്തെ വലിയ ആളുകളാണ്. ഇവര് ഞാൻ പറഞ്ഞ കേൾക്കുക, ഞാൻ പറഞ്ഞ ആക്ഷൻ കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്ന പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ആരാധനയോട് കൂടി ഇവരുടെ സിനിമകൾ ആലപ്പുഴ ശീമാനത്തൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാ. അപ്പൊ എനിക്ക് ഇവരെ നിയന്ത്രിക്കാനും ഇവർക്ക് പറഞ്ഞു കൊടുക്കാനും കറക്റ്റ് ചെയ്യാനും തെറ്റാൻ വരെ എനിക്ക് അവസരം വന്നപ്പോ എനിക്കത് വളരെ ഭാഗ്യമായിട്ട് തോന്നി. അത് മാത്രമല്ല ഇപ്പൊ അവിടെ സെറ്റില് ഇപ്പൊ നമ്മുടെ അപ്പച്ചന്റെ പേരാണ് പടം ചെയ്യുന്നെങ്കിലും സെറ്റില് ഇവര് ഡയറക്ടറായിട്ട് കാണുന്ന എന്നെയാണ്. ഞാൻ പറയുന്നത് കേൾക്കുക. കാര്യം അദ്ദേഹം എപ്പോഴും ഉണ്ടായിരുന്ന വരികയല്ല. അദ്ദേഹം പ്രൊഡക്ഷൻ ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ വെച്ചാൽ അതിന്റെ ചുമതല നിസ്സാരമൊന്നുമില്ല. ഹോളിവുഡിൽ ചെയ്യണ കാര്യം ഇവിടെ നമ്മൾ ചെറിയ ഇതിൽ ചെയ്യണേ. അതെ, അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ഉറക്കം പോലും ഉണ്ടാകില്ല, വിശ്രമം ഉണ്ടാകില്ല, ടെൻഷൻ ഒക്കെ ആയിരിക്കും. അപ്പൊ ഈ സാങ്കേതിക വശങ്ങള് അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ പോലും ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ ഏറ്റു ചെയ്യേണ്ടി വന്നത്. എംജിആറായിട്ട് അങ്ങനെ വന്നിട്ടില്ല. മലയാളത്തിലും ഉണ്ട്. ഞങ്ങള് ഇത് എംജിആറിന്റെ സത്യാസ്റ്റുഡിയോയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ എംജിആർ അവിടെ വന്നിരുന്ന് ഞങ്ങളെല്ലാരും കൂടി കൊണ്ട് വലിയൊരു മാലയൊക്കെ ഇട്ട് കൊടുത്തു. അല്ല ഒന്നിച്ച് ഫോട്ടോയൊന്നും വന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ കമലഹാസൻ, അത് കഴിഞ്ഞുള്ള ഒരു തലമുറ കമലഹാസൻ അല്ലെ മമ്മൂട്ടി, ആ ഒരു തലമുറയിലുള്ള ആളാണ്. കമലഹാസനായിട്ട് ഇങ്ങനെ എന്നെ ഓർക്കത്തക്ക വിധത്തിലുള്ള സംഗതികളൊന്നുമില്ല. ഇപ്പൊ ഞാൻ വേളാമ്പള്ളി ശ്രീദേവിയെ വിളിച്ചതിന് ശേഷം അപ്പൊ കമലഹാസന്റെ ഒരു പടം ഇറങ്ങി. ഞാൻ എൻ്റെ പേര് മറന്നായി. അപ്പൊ കമലഹാസൻ ഇങ്ങനെ മെരിലാൻഡിലുണ്ടെന്ന് അറിഞ്ഞു. ഞാൻ അവിടെ ചെന്ന് അപ്പൊ അപ്പൊ ഞാൻ ഉദയം ഇറക്കേണ്ട സമയമാണ്. ഉദയം വർക്ക് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇവരൊക്കെ എന്നെ കണ്ടപ്പോ ശ്രീവിദ്യ എഴുന്നേറ്റ് നിൽക്കുന്ന തൊഴിലൊക്കെ നിൽക്കണം. ഞാൻ അവരൊക്കെ വർത്താനൊക്കെ പറഞ്ഞു നിൽക്കണം. അപ്പൊ നമ്മുടെ ഡാൻസ് മാസ്റ്റർ ഉണ്ട്. ഒരു സെക്കൻഡ് ഏറ്റവും വലിയ ഡാൻസ് മാസ്റ്റർ മലയാളത്തിൽ ഇതെന്റെ തായാണ്. അയ്യോ, നമുക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ ചിലവ് പറ്റും. അല്ലേ, മാസ്റ്ററിന്റെ പേര് അയാളുടെ പേര് മറന്നു പോകാൻ നമുക്ക് പാടില്ലേ. ഞങ്ങളെത്ര കൂട്ടുകാരാ. അയാള് നമ്മള് പരിചയപ്പെട്ടിട്ടുണ്ടതിന് മുമ്പ്. പക്ഷെ ഇങ്ങനെ ഒരു ഔദ്യോഗികമായ ഒരു പരിചയപ്പെടല് അതിനായിട്ടാണ്. അതിനൊരു അവസരം വന്നതുകൊണ്ട് ഞങ്ങൾ വന്നത്. ഒരു GCD ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ പ്രവർത്തനങ്ങൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെ പരിചയപ്പെടുത്താനും നിങ്ങളുടെ ഒരു സഹകരണവും നിങ്ങളുടെ പങ്കാളിത്തവും വേണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ CEO ആയിട്ടുള്ള ജയകുമാർ ചേർത്തലയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ്. ഇതുപോലെ ഞങ്ങളിത് പറഞ്ഞ കാര്യങ്ങൾ അവതരിച്ചപ്പോൾ സാൻലി സാറിനും അതുപോലെ തന്നെ ഇതേപോലെ ഒരു ആഗ്രഹിക്കുക അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു സംഭവത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഞങ്ങൾ വന്നിട്ട് പറയുന്നുണ്ട്. അത് തന്നെ ഞങ്ങൾക്ക് ഒരു ഷോക്ക് കേട്ടപ്പോൾ വലിയൊരു സന്തോഷമുണ്ട്. സർപ്രൈസ് ആയിപ്പോയി. ഞങ്ങൾ വന്ന റൈറ്റ് ആളിന്റെ അടുക്കലാണല്ലോ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തോട് പരിചയപ്പെടാം. നമസ്കാരം, എൻ്റെ പേര് ജയകുമാർ എന്നാണ്.